അത്യാവശ്യത്തിന് ആശാന ഈ ഫോണിൽ തപ്പിയാലും കിട്ടിയല്ല. ആ കിട്ടി. കാരുണ്യ, ഇന്നത്തെ കാരുണ്യ. ഒരു സാധനം മേടിക്കാൻ ഈ ഹെൽമെറ്റ് വെച്ചിരിക്കുന്ന ആരാന്നറിയോ? പഞ്ചായത്ത് മെമ്പറാ. ആളറിയാതിരിക്കാൻ വെച്ചിരിക്ക. അത് കണ്ടോ, അന്ന നാടാ 4ാമത്തെ പ്രാവശ്യമായി കൊണ്ടുപോകുന്നത്. ഇതിന് മാത്രം എന്തിനാ ഈ സാധനം? അമ്പലത്തിലെ വെളിച്ചപ്പാടാ. പുള്ളിയുടെ വാള് കളഞ്ഞു പോയിട്ടെ ഒരെണ്ണം അടിച്ചിട്ട് വാള് വെക്കാൻ വേണ്ടി വന്നിരിക്ക. തളല്ലേ? ഇഷ്ടപ്പെട്ടില്ല. ആശാനല്ലേ? ആശാനോടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ ക്യൂവിലാടാ. ക്യൂവിലോ? പോലീസ് സ്റ്റേഷനിൽ വല്ല ജാഥാക്കാരെ അറസ്റ്റ് ചെയ്തോണ്ട് വന്നിട്ടുണ്ടോ? അതൊന്നുമില്ല. ധൈര്യമായിട്ട് ആശാൻ മുമ്പോട്ട് ചെന്നോ. എസ്ഐയുടെ മുമ്പിൽ ചെന്നാലേ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ജനമൈത്രി പോലീസ് സ്റ്റേഷനാ. അവര് പ്രായത്തെ ബഹുമാനിക്കും. ജനമൈത്രി ഇവിടെ ഒരു മൈത്രി ഇല്ല. എല്ലാവരും ആക്രാന്തമാ. അയ്യോ, തല്ലി വാങ്ങിക്ക് ഇത്രയ്ക്ക് ആക്രാന്തോ? അവിടെ എന്നെ ഒരു ഒച്ച കേൾക്കുന്നത് ഇടിയായിരിക്കും അല്ലേ? ഇടി എങ്ങനെയാലും സഹിക്കാം, പക്ഷെ ഈ തള്ള സഹിക്കാൻ വയ്യാത്തത്. എന്നെയാണെങ്കിൽ വിറയ്ക്കാനും തുടങ്ങും. എന്നാ ഒരു കാര്യം ചെയ്യ്, വരുന്ന വഴിക്ക് ആ ബീവറേജിക്ക് 2 അടിച്ചാൽ മതി. അപ്പൊ വിറവലങ്ങ് മാറിക്കോളും. ബില്ലടിക്കുന്നവന് ഭയങ്കര സ്ലോ, പൊരിയുന്നവനെ കൊച്ചച്ഛന്റെ മോനാന്നാ പറയുന്നത്. മുന്നിൽ നിൽക്കുന്നവന് 3ഉം 4ഉം കുപ്പിയും കൊണ്ട് പോകുമ്പോ എനിക്ക് സങ്കടം വരുന്നടാ. ചേട്ടാ ഒന്ന് വേഗം എടുക്കാട്ടാ. എനിക്കൊന്നും പുടി കിട്ടുന്നില്ലല്ലോ. ആശാന് തെറ്റിയോ അതോ എനിക്ക് തെറ്റിയോ? അല്ല, ആശാൻ ഇപ്പോഴും പോലീസ് സ്റ്റേഷൻ തന്നെയല്ലേ? ഞാൻ പോലീസ് സ്റ്റേഷൻ അല്ല, ബീവറേജിന്റെ ക്യൂവിലാ. അയ്യോ, അപ്പൊ പോലീസുകാർ ആശാനെ വെറുതെ വിട്ടോ? പിന്നെ എപ്പോഴാ വിട്ട്? നമ്മുടെ ആശാനെ പോലീസുകാർ വിട്ടെന്ന് ഇപ്പൊ തറവാട്ടിലുണ്ട്. എവിടെ? ബീവറേജിലുണ്ടെന്ന്. ഓ അങ്ങനെ. ഓക്കെ ആശാനെ, 2 മാറ്റോട് നേരെ ഇങ്ങോട്ട് പോരും. നമുക്ക് ഇവിടെ ഇരുന്ന് അടിക്കാം. പിന്നെ വിളിക്കാം. മതി മോളെ, വന്നെന്തെങ്കിലും കഴിച്ചിട്ട് പഠിക്ക്. അമ്മച്ചി പിന്നൊന്നും പറഞ്ഞില്ലല്ലോ. എന്ത്? ഞാൻ അറ്റൻഡൻസ് എഴുതുന്ന കാര്യം. ഇപ്പോഴും അമ്മച്ചിക്ക് ഇഷ്ടമില്ലാത്ത പോലെ. എന്താ മോളെ നീ പറയുന്നത്? നീ പഠിക്കുന്നതിൽ അമ്മച്ചിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പരീക്ഷ പാസ്സായാൽ പിന്നെ മേൽപോട്ട് പഠിക്കേണ്ടി വരും. അതിനൊക്കെ കാശ് എത്രയെന്ന് വെച്ചാ? എൻ്റെ മോളെ ഒരുപാട് പഠിപ്പിക്കണമെന്നും നല്ല നിലയിൽ എത്തിക്കണമെന്നുമൊക്കെ അമ്മച്ചിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ? കടമേടിച്ചതിൻ്റെയൊക്കെ കണക്കോർക്കുമ്പോൾ നെഞ്ചിലാദിയാ. ചൊവ്വുള്ളൊരപ്പനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കിടന്ന് വിഷമിക്കില്ലായിരുന്നു. നമ്മുടെ അപ്പനേക്കാൾ എത്രയോ ഭേദമാ വേലായുധനാശാൻ. കുടിക്കുമെങ്കിലും ഉള്ളിലൊരു നന്മയുണ്ട്. അതുപോലും നമ്മുടെ അപ്പനില്ലല്ലോ മോളെ. സാരമില്ലെന്നേ, ഞാൻ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞല്ലേ. ബാ നമുക്ക് ഊണ് കഴിക്കാം. അമ്മച്ചി, ആശാന്റെ കുറ്റം മിട്ടുവിനോട് പറയണ്ടായിരുന്നു. ഞാനെന്ത് കുറ്റം പറഞ്ഞു? ഓ, അപ്പനെ വർക്ക്ഷോപ്പിൽ കയറ്റുന്ന കാര്യമേ, അത് വേണ്ടായിരുന്നു. അപ്പൻ ചീത്ത വിളിക്കുമ്പോഴൊക്കെ ഞാൻ ആശാന്റെ വർക്ക്ഷോപ്പിലിരുന്നല്ലേ പഠിക്കാറുള്ളത്. അതല്ലേ അമ്മച്ചി പറഞ്ഞത്, ആശാന്റെ ഉള്ളിൽ നന്മയുണ്ടെന്ന്. നമ്മുടെ അപ്പം വരുത്തി കൂട്ടുന്നതിനൊക്കെ ആ പാവം കൂടി തൂങ്ങണം. അതുകൊണ്ടല്ലേ അങ്ങനെ പറയേണ്ടി വന്നത്. എന്നാലും മിട്ടുവിനോട് അങ്ങനെ പറയണ്ടായിരുന്നു. ആശാൻ വരുമ്പോ ഇച്ചിരി എരിവ് കൂട്ടി പറഞ്ഞാലോ? ഹേയ്, ആ പയ്യൻ അത്രക്കാരനൊന്നും അല്ല. അത് അമ്മച്ചിക്ക് എങ്ങനെ അറിയാം? ഒരാളെ കണ്ടാൽ അറിയാടി. എനിക്കങ്ങനെ തോന്നുന്നില്ല. ആ, എന്തേലും ആവട്ടെ, നീ വാ ഊണ് കഴിക്കാം.